എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അതിഥി എന്ന് പറയാൻ പറ്റില്ല, ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഒരു കുടുംബാംഗമാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമായ നമ്മുടെ മിസ് ദർശനയാണ് എൻ്റെ കൂടെ ഉള്ളത്. 2018 നായികൻ എന്ന റിയാലിറ്റി ഷോയുടെ വിന്നറായിരുന്നു ഇദ്ദേഹം. അതോടൊപ്പം ആ ഒരു ഷോ കഴിഞ്ഞതിൽ പിന്നെ നമ്മുടെ പാലായുടെ അത് കഴിഞ്ഞതിൽ പിന്നെ എന്നല്ല, ആ റിയാലിറ്റി ഷോയിൽ കയറിയ പിന്നെ പാലാക്കാരി എന്നുള്ളൊരു ടൈറ്റിൽ കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധേയമായ ഒരാൾ തന്നെയായിരുന്നു മിസ് ദർശന. അപ്പം ഞങ്ങളുടെ ബ്രില്യൻറ്റ് ഫാമിലിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാണ് ദർശന ഞങ്ങളുടെ കുടുംബാംഗമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ പ്രൗഡ്ലി അഭിമാനത്തോടെ തന്നെയാണ് അത് പറയുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആള് ഇവിടെ വരാറുണ്ട്, ഞങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സോളമന്റെ തേനീച്ചകളായിരുന്നു ഫസ്റ്റ് മൂവി അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ സോളമന്റെ തേനീച്ചകൾ കണ്ട മൂവിയാണ്, നല്ല അടിപൊളി മൂവിയാണ്. അപ്പം എന്തായിരുന്നു ആ ഒരു മൂവി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? സോളമന്റെ തേനീച്ചകൾ ഓഗസ്റ്റിലായിരുന്നു റിലീസായത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടി. ഫസ്റ്റ് മൂവിയുടെ ആ ഒരു ത്രില്ലിലൊക്കെ ആയിരുന്നു. അതായത് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ്, നായകൻ കഴിഞ്ഞ് സിനിമയിലോട്ട് കടന്നു വന്ന് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം പോസ്റ്റ് റിലീസ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ പുതിയ സിനിമകളിലേക്ക് കിടക്കുന്നു. പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? പുതിയൊരു പ്രോജക്റ്റ് കഴിഞ്ഞു, ഇപ്പൊ റിലീസ് ആകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇമ്പം എന്നാണ് മൂവിയുടെ പേര്. ഇമ്പം. ശ്രീജിത്ത് ചന്ദ്രൻ പുതിയ ഡയറക്ടറാണ്. മാമ്പര പ്രൊഡക്ഷൻസ് ആണ്. അപ്പം അതിലാണിപ്പം അത് ഇപ്പം റിലീസാകും. ജനുവരി ഫെബ്രുവരി ആയിരിക്കും റിലീസാകുന്നത്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അതെ അതെ, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഇതിന്റെ റിലീസിങ്ങിന്റെ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം ആ ഫിലിമിലെ കോസ്റ്റാർസ് ആരൊക്കെയാണ്? കോസ്റ്റാർസ് മെയിൻ ആയിട്ട് വരുന്നത് ലാലു അലക്സ് സാറുണ്ട്, പിന്നെ മീര വാസുദേവ്, ദീപക് പറമ്പോൾ, പിന്നെ നമ്മുടെ ഹൃദയത്തിലെ സെൽവൻ, കലേഷ് ചേട്ടൻ, അങ്ങനെ ഒരു ക്രൂ ആണ്. അടിപൊളി ക്രൂവിന്റെ കൂടെ ആയിരുന്നു. അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ. അപ്പം രണ്ടാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് അതിന്റെ ബാക്കി ഫൈനൽ ഒരു ഇതിൽ നിൽക്കുക അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പം ആദ്യത്തെ പടം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇമ്പം ആണ് സെക്കൻഡ് മൂവി. അതിന്റെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് നടക്കുന്നു, നല്ല രീതിക്ക് പോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള ന്യൂ പ്രൊജക്ടിന്റെ ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പുതിയത് വന്നിരിക്കുന്നത് GN കൃഷ്ണകുമാർ സാറ്, നമ്മുടെ ടിയാൻ ഡയറക്ട് ചെയ്ത സാറാണ്. അപ്പം ടിയാന്റെ ഡയറക്ടറുടെ മൂവിയാണ് നെക്സ്റ്റ്. അയൽ എന്നാണ് മൂവിയുടെ പേര്. അയൽ. അതിൻ്റെ അകത്ത് മുരളി ഗോപി ചേട്ടൻ, പിന്നെ ആനഗസ്റ്റിൻ, ഷൈൻ ടോം, ഇങ്ങനെ ഇതാണ് ക്രൂ. പിന്നെ ഞാൻ ഇതാണ് ക്രൂ. അപ്പം നല്ല അടിപൊളി ഒരു ക്രൂ ആണല്ലേ? അടിപൊളി ക്രൂ ആയിരുന്നു. എല്ലാം നന്നായിരുന്നു. ഷൂട്ടിങ് മനാലിയിലായിരുന്നു. അപ്പൊ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോ അതിന്റെ ബാക്കി ഷൂട്ട് അബ്രോഡ് ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി പോവാൻ ഇങ്ങനെ, അത് കഴിഞ്ഞിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. അതോടൊപ്പം ചോദിക്കട്ടെ, നമ്മുടെ ആ ഒരു ബ്രില്യൻറ്റിലുണ്ടായിരുന്ന ആ ഒരു ടൈം, ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ ഷൂട്ടിന്റെ ഒക്കെ തിരക്കിലായിട്ട് ആള് അതിലാണ് ഇൻവോൾവ് കൂടുതലായിട്ടും. അപ്പൊ ആ ബ്രില്യൻറ്റിലുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയായിരുന്നു? ഞാന് സത്യം പറഞ്ഞ എനിക്ക് വെൽക്കം ബാക്ക് ഒന്നും പറയണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോകുന്ന ഒരാളാണ്. എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ, അതാണ് ഒരു ഞങ്ങൾ തമ്മിലൊരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുതുമ അങ്ങനെയൊന്നല്ല. ഞങ്ങൾ ഇടയ്ക്ക് വരും, എല്ലാവരുമായിട്ട് കാണും, സാറുമായിട്ട് കാണാറുണ്ട്, നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഓരോ തവണ വരുമ്പോഴും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരാറ്. അതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തവണ വന്നേക്കുന്നതും. പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ നമ്മൾ ഓർത്തു. അതെ, ബ്രില്ലിന്റെ ചില സമയത്തൊക്കെ ഞാൻ ബ്രില്ലിന്റെ മിസ് ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതൊക്കെ. കാരണം നായകൻ കഴിഞ്ഞിട്ട് ഒരു ടൈം ഉണ്ടായിരുന്നു മൂവി തുടങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ഇവിടെ ക്ലാസ് ടീച്ചറായിട്ടും ഹോസ്റ്റൽ വാർഡനൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത സമയമായിരുന്നു. അപ്പം അന്നേരം കിട്ടിയ സത്യം പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടി ടൈമായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കുട്ടികളായിട്ടും ടീച്ചേഴ്സായിട്ടും നമുക്കൊരു മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ആ സമയത്തെ ഒന്ന് അതിജീവിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് കൊറോണയൊക്കെ വന്നെങ്കിൽ പോലും നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. നമുക്കിവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, പിന്നെ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻസ് കുട്ടികളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ നല്ലൊരു ടൈമായിരുന്നു ആ സമയമൊക്കെ. കുറെ അധികം പഠിക്കാൻ പറ്റി, അതാണ് മെയിനായിട്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് കൊറോണയുടെ ഒക്കെ സമയത്ത് ഓൺലൈനായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ
ടോക്ക് ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന് വേണ്ടി, motivation class മോട്ടിവേഷൻ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളും അതിൽ ജോയിൻ ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അത് ആ മോട്ടിവേഷൻ ശരിക്കും നമുക്കും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതാണ്. ഒരിക്കലും അതെ, തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള ഒരു നിലയ്ക്ക് വരുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. അതും സംഭവിച്ചു ലൈഫിൽ. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദർശനയുടെ അച്ഛൻ. അദ്ദേഹവും നമ്മുടെ ഒരു കുടുംബാംഗമായിരുന്നു. അച്ഛൻ സുഖമായി ഇരിക്കുന്നു എന്ന് കരുതി. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ 2 വർഷമായി റിട്ടയർ ആയിട്ട് വിടുന്നു. അതെ അതെ. അപ്പൊ അച്ഛന് സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഷൂട്ടിന്റെ ടൈമിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആരായിരിക്കും കൂടെ ഉണ്ടാവാം? അമ്മയായിരിക്കും. അച്ഛൻ കൊണ്ട് വിടും. അതിപ്പം ഇപ്പം മനാലി പോയപ്പോഴൊക്കെ നമ്മള് അച്ഛൻ വരാൻ പറ്റില്ല, അമ്മയാണ് ഞാനും അമ്മയും കൂടിയാ പോയത്. അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്താ. ഞാനും അച്ഛനും അമ്മയും, എനിക്ക് 2 അനിയത്തിമാരാണ്. ഒരാള് MSW ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു, പിന്നെ ഒരാള് സ്റ്റെല്ല മാരിസില് ഹിസ്റ്ററി ആൻഡ് ടൂറിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2nd ഇയർ ആണ് അവള് പഠിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അവർക്ക് എങ്ങനെയാ ഈ ഫീൽഡിലോട്ട് താല്പര്യമുണ്ടോ? ഏതാ മൂവീസ് ആണ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. നമ്മുടെ മൂവിയിലേക്ക് അങ്ങനെ ഒരു തോട്ട് വന്ന ആ ഒരു ടൈം എപ്പോഴായിരുന്നു? തോട്ടൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്, ചെറുപ്പം തൊട്ടേ ഉണ്ട്. ചെറുപ്പം തൊട്ടേ ബാലതാരമായിട്ടേ വരണമെന്ന് ആഗ്രഹിച്ച ആളാ. പക്ഷെ നമുക്കതൊക്കെ ആഗ്രഹമായിട്ട് നിൽക്കത്തല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു 99% മലയാളികൾക്കും സിനിമ എല്ലാം ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ ആ ഒരു ശതമാനത്തിൽ പെട്ട ആളായിരുന്നു ഞാനും. പക്ഷെ ഇതെങ്ങനെ വരും അതൊന്നുമില്ല, നമ്മള് പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് പഠിക്കാൻ ഇവിടെ വരുന്നത്, പിന്നെ എയിംസിലോട്ട് നേഴ്സിംഗിനായിട്ട് പോകുന്നതും ഒക്കെ. അപ്പം നമുക്ക് പഠിത്തമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷമാണ് നായികൻ എന്നുള്ളൊരു. അതെ അതെ അതെ. അതിലേക്ക് എങ്ങനെയാ വന്നത്? അല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും നേഴ്സിംഗ് ആകുമ്പം നാട്ടിൽ ജോലി ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്. അപ്പം എനിക്ക് UK പോകണമെന്നായിരുന്നു ആഗ്രഹം. ആ സമയത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു, നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ റിയാലിറ്റി ഷോയിൽ അപ്ലൈ ചെയ്യുന്നതും. ഓക്കെ, എന്തായാലും 1 ഇയർ കഴിഞ്ഞ് ഞാൻ UK പോകും, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അതൊരു ആ ഷോ ദർശനയുടെ തലവര തന്നെ മാറ്റിയ ഒരു ഷോ ആയിരുന്നു അല്ലേ? ആ ഷോ മാത്രല്ല, ലാൽ ജോസ് സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ കാണാൻ പറ്റിയതാണ് ശരിക്കും. അതെ, നമുക്കറിയാം ചേഞ്ച് ആയത്. അത്രയും വലിയൊരു ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അല്ലെ, ലാൽ ജോസ് സാറും ചാക്കോച്ചനും അതുപോലെ സമൃദ്ധ മാമും ഒക്കെ ആയിരുന്നു ആ ഒരു ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത് തന്നെ. അത് തന്നെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് അങ്ങനെ ഞാൻ ഒന്നിലും ട്രെയിൻഡ് ഒന്നും അല്ല, ഡാൻസോ പാട്ടോ ഒന്നും പഠിച്ചിട്ടൊന്നും. പാട്ട് എന്റെ 7 ഇലക്കത്തോട് പോയത്, പഠിക്കാതെ തന്നെ ചിലർക്ക് പാടാനുള്ള എനിക്കതൊന്നുമില്ല. ഡാൻസിങ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു, ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമാണ് അത്. എനിക്കൊരു എന്താ, നമുക്ക് ചിലവർക്ക് പുറത്തു പോയി കളിക്കുമ്പോഴായിരിക്കും, ഇപ്പൊ ബോയ്സിനൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നതായിരിക്കും അവർക്കൊരു ഇത്, പുറത്തുപോയി കൂട്ടുകാരുടെ. എനിക്ക് സത്യം പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിക്കുന്നേക്കാളും ചെറുപ്പത്തിലൊക്കെ എനിക്ക് എന്റേതായ ഒരു ലോകം, കണ്ണാടിയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അത് വന്നു ഇങ്ങനെ എത്തി. അന്നേ തൊട്ട് തന്നെ ഒരു സ്ക്രീനിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം. അതൊത്തിരി ഇഷ്ടമായിരുന്നു, അതെനിക്ക് ഇഷ്ടമായിരുന്നു. ക്യാമറയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ എന്താന്നറിയാം, അതൊക്കെ ഇപ്പഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് അങ്ങ് ഫോക്കസ് ചെയ്യത്തില്ല, നമ്മളത് ഇഷ്ടങ്ങളൊക്കെ ഒരു വഴിക്ക് അങ്ങ് വിടത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു കൂടുതൽ ആ സമയത്ത്. ആ ടൈം തൊട്ടേ ഇതായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ ആ ഒരു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു വെയിലോട്ട് വന്നു. സത്യം അതായിരിക്കും കേട്ടോ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അതിനെ വിട്ടു, പക്ഷെ അത് നമ്മളെ തേടി വന്നു. ആഗ്രഹിച്ചാൽ അത് അതെന്താണേലും നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നത് ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതെന്താണേലും അതെ. ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന കൂടുതൽ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ, അപ്പൊ അവർക്കാണെങ്കിലും ഇങ്ങനെ പലവർക്കും പല ഡെസ്റ്റിനി ഉണ്ട്. അപ്പൊ ആ ഒരു ഡെസ്റ്റിനി അല്ല, നിങ്ങൾക്കൊരു എയിം ഉണ്ട്, ഗോൾ ഉണ്ടെങ്കിൽ അതിലോട്ട് എത്തിപ്പെടാൻ നന്നായിട്ട് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. ഇപ്പം നമ്മൾ സിനിമയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്.
സിനിമയെ വരുന്നത്. നമ്മൾ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടേതായ വർക്കൗട്ടുകളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെയാണ് എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളും. അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് മീൻസ് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ പഠിച്ച് നന്നായിട്ട് മുന്നേറി പോവുകയാണെങ്കിൽ പിന്നെ പേടി എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് എനിക്ക് ഏറ്റവും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം. ഞാൻ നായികനി വന്നത് എനിക്ക് ഒന്നിലും ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നിലും ഞാൻ ട്രെയിൻഡ് അല്ലായിരുന്നു. ഒരു ജസ്റ്റ് ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇത് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്ന് കൊണ്ടായിരിക്കും മേ ബി എനിക്കത് സെലക്ട് ആയി പോയതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യാതെ നമുക്കത് നഷ്ടപ്പെട്ടു. ട്രൈ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു നഷ്ടബോധം തോന്നരുത് അല്ലേ? അതാണ്. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആ ടൈമിൽ ഒന്നും കൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയിരുന്നു എന്നുള്ള ആ ഒരു തോട്ട് വരാതെ എല്ലാരും ട്രൈ ചെയ്യാം. ഞാൻ എൻട്രൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് റാങ്ക് MBBS കിട്ടാത്തതിന്റെ മെയിൻ കാരണം ഈ പേടിയായിരുന്നു. ഞാൻ പലതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു എനിക്ക്. ശരിക്കും പഠിക്കുന്ന സമയത്ത് പലതും ഓക്കെ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യും എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ആരെങ്കിലും സമയം കളയുന്നുണ്ടെങ്കിൽ അങ്ങനെ സമയം കളയാതിരിക്കുക. നമ്മൾ എന്താ വേണ്ടേന്നുള്ളത് ഫോക്കസ് ചെയ്യുക, എന്ത് നമ്മുടെ ലൈഫ് വേണ്ടെന്നുള്ളത് മറന്നേക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നായകനായന്റെ ഓഡീഷന് വന്നപ്പോഴും എനിക്ക് ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ എൻ്റെ 100% ഇത് കൊടുക്കും. ഞാൻ എന്ത് പെർഫോം ചെയ്യാൻ പറഞ്ഞാലും അത് ഞാൻ ചെയ്യും. അങ്ങനെ ഒരു അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് വന്നത്. കോൺഫിഡൻസോട് അതായിരുന്നു മെയിൻ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരെ പോലെയൊന്നും ഞാൻ അത്ര വലിയ ടാലന്റഡോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്ക് 100% ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഇപ്പൊ അല്ല ഞാൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മള് ട്രൈയിങ് ആണ്, ഇപ്പോഴും ട്രൈയിങ് ആണ് ഓരോ കാര്യങ്ങൾ. എൻട്രൻസിന് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏകദേശം ഒരു 4 മാസത്തോളേ ഉള്ളൂ അവരുടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടുത്തെ ഒരു ടീച്ചർ എന്ന നിലയിൽ ആ ഒരു ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്ത ആൾ എന്നുള്ള നിലയിൽ ആ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? ഞാൻ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് കൂടിയായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസിൽ കൂടെയാണ് പറയുന്നത്. ഇപ്പം ഇതുവരെ നിങ്ങൾ എന്തോ പഠിച്ചു എന്നുള്ളതല്ല മാറ്റർ, നിങ്ങൾ ഇനി എന്ത് പഠിക്കുന്നു, ഇനി എങ്ങനെ ഈ 4 മാസം നിങ്ങൾ എങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കുന്നു, അതിലാണ് നിങ്ങളുടെ റാങ്ക് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ റാങ്ക് എന്തും ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്ക് കിട്ടുന്നില്ലായിരിക്കും, അത് അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും, അതെന്തും ആയിക്കോട്ടെ. റാങ്ക് അല്ല, നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ നമുക്ക് എന്നും വീക്കിലി എക്സാം ഉണ്ട്. ഇനിയിപ്പം മോഡൽ എക്സാംസ് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ എത്രമാത്രം പഠിച്ചു, നിങ്ങൾ പഠിച്ച ടോപ്പിക്ക്, ഇനി എന്ത് പഠിക്കണം, അതൊക്കെ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാതെ അവർക്ക് ഇത്ര റാങ്ക് കിട്ടി എനിക്ക് ഇത്ര റാങ്ക് ഉള്ളൂ, അത് ആരെയും കമ്പയർ ചെയ്യാൻ പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും യൂണീക്കാണ്, ഇനിയും അവസരമുണ്ട്, അത് മറക്കരുത്. ഇത് കൂടിപ്പോയാൽ എന്താ കിട്ടത്തില്ല, പക്ഷെ അത് കിട്ടാനുമുള്ള അവസരം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ദർശനിക്കും ഞങ്ങൾ ബ്രില്യൻറ്റ് ടീമിൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ നല്ലൊരു ഇനിയും ന്യൂ പ്രോജക്ട്സ് ഒരുപാട് വരട്ടെ. ഇനി വരാനിരിക്കുന്ന 2 ഫിലിംസ് അല്ലേ? അതെ, 2 ഫിലിംസ് ഷൂട്ട് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ 2 ഫിലിംസും നല്ല അടിപൊളിയായി നല്ലൊരു എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും അത് ആഗ്രഹിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലെ ഇടയ്ക്ക് വരിക, നമ്മുടെ പ്രേക്ഷകരെ കാണാനും ഞങ്ങളെ കാണാനും ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്ക് വരണം. ഓക്കെ, അപ്പം എല്ലാവർക്കും പുതിയൊരു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹായ്.